നെയിമിൽ സർനെയിം ആഡ് ചെയ്യുന്നതിനെക്കുറിച്ചും അതുപോലെ സർനെയിമിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ചാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മൾ പേരിൻ്റെ കൂടെ സർനെയിം ഇല്ലാത്തത് ഒരു ഇഷ്യൂ ആണോ? നോർമലി നമ്മുടെ ഇന്ത്യയിൽ പേരിൻ്റെ കൂടെ സർനെയിം ഇല്ലാത്തത് ഒരു ഇഷ്യൂ ഒന്നുമല്ല. പിന്നെ അതിലൊരു ടെക്നിക്കൽ ഇഷ്യൂ വരുന്നത് നമ്മൾ പാസ്പോർട്ട് എടുക്കുന്ന സമയത്താണ്. ചില കൺട്രീസിലേക്ക് വിസ എടുക്കുന്ന സമയത്ത് നമ്മുടെ നെയിമിൻ്റെ കൂടെ സർനെയിം നിർബന്ധമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ സിംഗിൾ നെയിം എന്നത് ഒരു ഇഷ്യൂ തന്നെയാണ്. ഈ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ട് സിംഗിൾ നെയിമിൻ്റെ കൂടെ നമുക്ക് സർനെയിം ആഡ് ചെയ്യാൻ സാധിക്കും. നെയിമിൻ്റെ കൂടെ സർനെയിമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് പാരൻറ്റിൻ്റെ നെയിം വേണമെങ്കിൽ നമുക്ക് പാരൻറ്റിൻ്റെ നെയിം ആഡ് ചെയ്യാൻ പറ്റും. ഇനി വീട്ടുപേരാണെങ്കിൽ അതും നമുക്ക് ചേർക്കാം. ഇനി ആഫ്റ്റർ മാരേജ് ഹസ്ബൻഡിൻ്റെ നെയിം നമുക്ക് നെയിമിൻ്റെ കൂടെ ചേർക്കണമെങ്കിൽ അതും ആവാം. ഇതിൽ ആദ്യം പറഞ്ഞ കാറ്റഗറി പാരൻസിൻ്റെ നെയിം, അത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഗസറ്റ് പബ്ലിക്കേഷന് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സ്കൂൾ ഡോക്യുമെൻ്റ് ആണ് മാൻഡേറ്ററി ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഇതിൽ ഓൾറെഡി പാരൻസിൻ്റെ നെയിം മെൻഷൻഡ് ആയതുകൊണ്ട് അത് നമുക്ക് നമ്മുടെ നെയിമിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി വീട്ടുപേരാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ വരുന്ന ഏതെങ്കിലും ഒരു ID പ്രൂഫിൽ ആ പേര് മെൻഷൻഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെയിമിൻ്റെ കൂടെ വീട്ടുപേര് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഹസ്ബൻഡിൻ്റെ നെയിമാണ് നമ്മുടെ പേരിൻ്റെ കൂടെ ചേർക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് പ്രൂഫായിട്ട് വെച്ചാൽ മതിയാവും. ഇനി ചില ആളുകളുടെ പേരിലൊക്കെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ സെക്കൻഡ് നെയിം സർനെയിമായിട്ട് പാസ്പോർട്ട് എടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. ചില കൺട്രീസിലേക്ക് ഇത് അലൗഡ് ആണ് താനും. എന്നാൽ ചില കൺട്രീസിലൊക്കെ നമ്മൾ വിസ എടുക്കുന്ന സമയത്ത് ഈ സർനെയിമിന് പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ സിംഗിൾ നെയിം അല്ലെങ്കിൽ ഈ രണ്ട് പേരുള്ള ഒരു പേരാണെങ്കിൽ പോലും നമുക്കതൊരു ഇഷ്യൂ ആണ്. നമുക്ക് ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ട് നെയിം ചേഞ്ചിങ് ചെയ്തിട്ട് സർനെയിമായിട്ട് പേരിൻ്റെ കൂടെ ആഡ് ചെയ്യൽ നിർബന്ധമാണ്. ഇതുപോലെ നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സർനെയിം ആഡ് ചെയ്യാൻ മാത്രമല്ല ഗസറ്റ് പബ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി സർനെയിം ഉണ്ട്, അത് ചേഞ്ച് ആക്കിയിട്ട് നമുക്ക് മറ്റൊരു പേര് കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും നമുക്ക് ഗസറ്റ് പബ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ SLC ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ പാരൻറ്റിൻ്റെ നെയിം ആയിരിക്കും ചിലപ്പോൾ സർനെയിമായിട്ട് വെച്ചിരിക്കുക. അതല്ലെങ്കിൽ വീട്ടുപേർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നമ്മൾ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ പേരാണ് സർനെയിമായിട്ട് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗസറ്റിൽ കൊടുത്തിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. നമ്മുടെ നെയിമിൻ്റെ കാര്യത്തിൽ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് SLC സർട്ടിഫിക്കറ്റിൽ എന്താണോ ഉള്ളത് അതായിരിക്കും. സോ ആ ഒരു പേരിൽ സ്പെല്ലിംഗ് കറക്ഷൻ ആണെങ്കിലും ഇനീഷ്യലി ചേഞ്ച് ചെയ്യാനാണെങ്കിലും സർനെയിം ആഡ് ചെയ്യാനാണെങ്കിലും നെയിം എൻറ്റർലി ചേഞ്ച് ചെയ്യാനാണെങ്കിലും നമുക്ക് ഗസറ്റ് പബ്ലിക്കേഷൻ യൂസ് ചെയ്യണം. സോ നമ്മൾ SLCയിൽ ഫാദറിൻ്റെ നെയിമോ അല്ലെങ്കിൽ വീട്ടുപേരാണ് നമ്മുടെ പേരിൻ്റെ കൂടെ ഉള്ളത്. അത് നമുക്ക് വിവാഹശേഷം ഭർത്താവിൻ്റെ പേരാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗസറ്റ് കൊടുക്കൽ നിർബന്ധമാണ്. അതായത് നമ്മൾ ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് നെയിമിൻ്റെ കൂടെ സർനെയിം ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ സർനെയിം ചേഞ്ച് ചെയ്യാം, ഇനീഷ്യൽ ചേഞ്ച് ചെയ്യാം. പേര് തന്നെ നമുക്ക് മുഴുവനായിട്ട് മാറ്റണമെങ്കിൽ അങ്ങനെയും മാറ്റാം. ഇതുപോലെ നിങ്ങൾക്കും ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ട് നെയിം ചേഞ്ചിങ് ചെയ്യുന്നതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ മൈ ഡോക്കിൻ്റെ ഫ്രീ ഡോക്യുമെൻ്റ് കൺസൾട്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.